എല്ലാവർക്കും നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു നോർമൽ ഡെലിവറിയും പിന്നെ സിസേറിയനും തമ്മിലുള്ള എന്താ പറയുക ഒരു കമ്പാരിസൺ ആണ്. എന്തൊക്കെ ഡിസഡ്വാൻറ്റേജസും അഡ്വാൻറ്റേജസും ആണ് രണ്ടിനും ഉള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നത്തെ വ്ളോഗിൽ കവർ ചെയ്ത് പോകും. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഓൾറെഡി ഒരു സിസേറിയൻ ഡെലിവറി സ്റ്റോറി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ സ്ക്രീനിൽ കൊടുക്കുക. അപ്പോൾ അവിടെ പോയി കാണാം. അപ്പോൾ നമുക്ക് വേഗം വീഡിയോ തുടങ്ങിയാൽ നമുക്ക് നോർമൽ ഡെലിവറീൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. നോർമൽ ഡെലിവറിയുടെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡെലിവറിയുടെ സമയത്ത് നല്ലൊരു പെയിൻ ഉണ്ടാവും. പക്ഷേ ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ പെയിനും കാര്യങ്ങളൊന്നുമില്ല. ഡെലിവറിയുടെ സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ ഇതുവരെ അനുഭവിക്കാത്ത രീതിയിലുള്ളൊരു പെയിന് നമുക്ക് എന്തായാലും അനുഭവിക്കേണ്ടി വരും. പക്ഷെ പിന്നെ അതിനുശേഷം വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, ഒരു സ്റ്റിച്ച് മാത്രം, അങ്ങനത്തെ വലിയ ഇഷ്യൂസ് ഒന്നുമില്ല. അപ്പോൾ അതാണ് നോർമൽ ഡെലിവറിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വേറെ റിസ്ക്കും കാര്യങ്ങളും കോംപ്ലിക്കേഷനും ഒന്നുമില്ല. ഡെലിവറി കഴിഞ്ഞാൽ കഴിഞ്ഞു, പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സീരിയസ് കണ്ടീഷൻസ് ഒന്നുമില്ല. പിന്നെ ഉണ്ട് ചിലവർക്ക് പിന്നെ എന്താ പറയുക സ്റ്റിച്ച് പഴക്കുന്നത്, പിന്നെ എല്ലാ സിസേറിയനിലായി കഴിഞ്ഞാലൊക്കെ അങ്ങനത്തെ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ട്. പക്ഷേ കമ്പയറിങ് നമ്മുടെ സിസേറിയൻ പിന്നെ കൂടുതൽ സേഫായിട്ട് തോന്നുന്നത് നോർമൽ ഡെലിവറിയാണ്. അതാണ് മെയിൻ ബെനിഫിറ്റ്. പിന്നെ നോർമൽ ഡെലിവറീൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാൻ എക്സ്പീരിയൻസ് ചെയ്തെന്ന് തോന്നിയിട്ടുള്ളത്, നമ്മൾ ഒരുപാട് പെയിൻ സഹിക്കുന്നുണ്ട്. ഒരുപാട് സ്ട്രെസ് ആവുന്നത് കൊണ്ടായിരിക്കാം. എനിക്കൊക്കെ ഫസ്റ്റ് ഡെലിവറിയിൽ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ്റെ പിന്നെ ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ഒരു 1.5 ഇയർ വരെ നല്ല രീതിയിൽ ഉണ്ടായിരുന്നു. അപ്പം അത് നമ്മൾ ഒരുപാട് പെയിൻ സഹിച്ച് പിന്നെയും കൂടുതൽ സ്ട്രെസ്സ് വരുന്നതുകൊണ്ടാണ് തോന്നുന്നു അങ്ങനെ. പക്ഷേ സിസേറിയന് ശേഷം എനിക്ക് അങ്ങനൊരു പിന്നെ എന്താ പറയുക പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ്റെ യാതൊരു പ്രശ്നങ്ങളും ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. അന്ന് നല്ല രീതിയിലുണ്ടായിരുന്നു, പക്ഷേ ഇപ്പം താരതമ്യേന കുറവാണ്, വളരെ കുറവാണെന്ന് തന്നെ പറയാം, ഒട്ടുമില്ല. അപ്പോൾ അതാണ് മെയിൻ ഡിഫറൻസ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. എനിക്ക് അങ്ങനെയാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. നോർമൽ ഡെലിവറീൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം ഡെലിവറി കഴിഞ്ഞാലും നമുക്ക് യൂറിൻ പാസ് ചെയ്യാൻ പോകാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മുടെ ആ ഒരു ഭാഗത്താണല്ലോ സ്റ്റിച്ച് വരുന്നത്. പക്ഷേ സിസേറിയനെ കമ്പയർ ചെയ്യുമ്പോൾ സിസേറിയൻ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. വയറിൻ്റെ ഭാഗത്തായതുകൊണ്ട് നമുക്ക് യൂറിൻ പാസ് ചെയ്യാൻ പോകാനും സ്റ്റൂൾ പാസ് ചെയ്യാൻ പോകാനൊന്നും യാതൊരു പ്രശ്നങ്ങളില്ല. അതൊക്കെ റെഡി ആയിട്ട് നടക്കും. പിന്നെ നോർമൽ ഡെലിവറീൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ചെറിയ സ്റ്റിച്ച് മാത്രമേ നമ്മൾ അവിടെ ഉണ്ടാവുള്ളൂ. പിന്നെ സിസേറിയനാകുമ്പോൾ നമുക്ക് വലിയൊരു സ്റ്റിച്ച് തന്നെയാണ് നമ്മുടെ വയറിൽ ഉണ്ടാവുന്നത്. ഇനി നോർമൽ ഡെലിവറീൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ചൊരു റെസ്റ്റും കാര്യങ്ങളൊന്നുമില്ല. ഡെലിവറി കഴിഞ്ഞിട്ട് നമ്മൾ ഡെലിവറി കഴിയുമ്പോൾ കുറച്ചൊരു പെയിൻ ഉണ്ടെങ്കിലും കഴിഞ്ഞാൽ പിന്നെ ആ ഒരു മുറിവ് ഉണങ്ങുന്നത് വരെയാണ് അതിൻ്റെ ഒരു കണക്ക്. ഒരു 40 ദിവസം കഴിഞ്ഞാൽ നമ്മൾ കൂളാണ്, നമുക്ക് എഴുന്നേറ്റ് എന്ത് വേണമെങ്കിലും ചെയ്യാന്നുള്ള രീതിയിലാണ്, യാതൊരു പ്രശ്നങ്ങളുമില്ല. പക്ഷേ സിസേറിയൻ കഴിഞ്ഞ ശേഷം നമുക്ക് പുറമേയുള്ള സ്റ്റിച്ചൊക്കെ ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും ഉള്ളിൽ 7 ലെയേഴ്സ് ആയിട്ടാണ് നമ്മൾ ഈ കട്ട് ചെയ്യുന്നത്. അപ്പം നമുക്ക് അവിടെയൊക്കെ സ്റ്റിച്ച് വരും. അപ്പം അത് ഉണങ്ങാനും കാലതാമസമുണ്ട്. 2 മാസമാണ് കംപ്ലീറ്റ്ലി ഹീലാവാനുള്ള ടൈം എന്ന് പറയുന്നത്, 1.5-2 മാസമൊക്കെ. അപ്പം അങ്ങനത്തെ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട് നമ്മുടെ സിസേറിയൻ്റെ. അതാണ് സിസേറിയൻ്റെ ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പിന്നെ നോർമൽ ഡെലിവറീൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ടൈം എടുക്കും നമ്മളെ ഡെലിവറി കഴിയാൻ വേണ്ടിയിട്ട്. ഏകദേശം ഒരു 8 hours ഒക്കെ എനിക്ക് എടുത്തിട്ടുണ്ട്. ഒരു രാത്രി 9 മണിക്ക് തുടങ്ങിയിട്ട് പിന്നെ പെയിൻ തുടങ്ങിയിട്ട് പിന്നെ രാവിലെ ഒരു 5 o'clock ഒക്കെ ആകുമ്പോഴാണ് ഡെലിവേർഡ് ആവുന്നത്. അപ്പോൾ അത്രയും ഒരു ലോങ് ടൈം എടുക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ സിസേറിയൻ ആവുന്ന സമയത്ത് ബേബി ഔട്ടാവാൻ ഫ്യൂ മിനിറ്റ്സേ എടുക്കുന്നുള്ളൂ. എത്ര ടൈമാണെന്ന് എനിക്കറിയില്ല, കുറച്ച് സമയം എടുക്കുന്നുള്ളൂ. പിന്നെ പ്രൊസീജിയർ തുടങ്ങിയിട്ട് കുറച്ച് സമയം എടുക്കുന്നുള്ളൂ. അപ്പോൾ അത് ഒരു അഡ്വാൻറ്റേജ് ആണ്. പെട്ടെന്ന് ഡെലിവറി കഴിയും. പിന്നെ കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു 45 minutes അല്ലെങ്കിൽ 1 hour അത്രയേ ഉള്ളൂ. പക്ഷേ നോർമൽ ഡെലിവറിയിൽ ഒരു ലോങ് ടൈമാണ്. അപ്പോൾ അത്രയും നേരം നമ്മൾ പെയിൻ സഹിച്ചിരിക്കാം. പിന്നെ നോർമൽ ഡെലിവറിയുടെ വേറൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം പെയിൻ സഹിക്കാൻ പറ്റാത്ത ആൾക്കാരാണ് സിസേറിയൻ ചൂസ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് അതിന് പകരം വേണമെങ്കിൽ എപ്പിഡ്യൂറൽ ഡെലിവറി പ്രിഫർ ചെയ്യാം. എപ്പിഡ്യൂറൽ ഡെലിവറി എന്ന് പറയുമ്പം നോർമൽ ഡെലിവറി തന്നെയാണ്. നമുക്ക് ഒരു എന്താ പറയുക ഒരു അനസ്തെറ്റിക് പോലത്തെ ഒരു സംഭവം നമ്മുടെ പുറം ഭാഗത്ത് ഇങ്ങനെ കുത്തിവെക്കും. അപ്പോൾ നമുക്ക് പിന്നെ പെയിൻ അറിയില്ല. പക്ഷെ അതും കുറച്ച് പെയിൻ സഹിച്ച ശേഷം മാത്രമേ അവരത് തരുള്ളൂ. പിന്നെ കുറച്ച് സെർവിക്സ് ഏകദേശം 4 centimeter അങ്ങനെ എന്തോ ഡയലേറ്റ് ആവണം. അങ്ങനെ ആവുമ്പോഴാണ് നമുക്ക് ആ ഒരു എപ്പിഡ്യൂറൽ ഇത് തരുള്ളൂ. പക്ഷെ നോർമൽ ഡെലിവറി പ്രിഫർ ചെയ്യുന്നവർക്കും പെയിൻ ഇല്ലാണ്ട് ഡെലിവേർഡ് ചെയ്യണം, എന്നാലാണെങ്കിൽ നോർമൽ ഡെലിവറി തന്നെ വേണം, അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ എപ്പിഡ്യൂറൽ പ്രിഫർ ചെയ്യാം. പക്ഷേ നമുക്ക് സിസേറിയനിൽ പിന്നെ
അങ്ങനെ റിസ്ക് ഇല്ലാത്ത അങ്ങനത്തെ ഒരു ഓപ്ഷനിയുടെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മൾ പെയിൻ സഹിച്ച് അവസാനം പിന്നെ ബേബി ഔട്ടാകുമ്പോൾ നമുക്ക് ബേബിനെ പോലും കാണാൻ പറ്റാത്ത ഒരവസ്ഥയായിരിക്കും. അതുപോലെ തന്നെ പിന്നെ ഞാനൊന്നും ബേബിയുടെ കരച്ചിൽ പോലും കേട്ടിട്ടില്ല. പക്ഷേ നമുക്ക് സിസേറിയൻ ആവുന്ന സമയത്ത് നമ്മൾ ആ ഒരു ടൈമിലൊക്കെ ഭയങ്കര ഹാപ്പി ആയിരിക്കും. കാരണം നമുക്ക് ബേബിനെ കാണാം. ആ ഒരു സമയത്ത് കുഞ്ഞിൻ്റെ കരച്ചിലൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു ചെറിയൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ചിലർ കേൾക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. പക്ഷേ ആ ഒരു പെയിൻ സഹിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് പിന്നെ അതൊന്നും എനിക്കൊന്നും കേട്ടിട്ടില്ല. അപ്പോൾ അത് ഒരു ചെറിയ ഒരു ഡിസഡ്വാൻറ്റേജ് തന്നെയാണ്. നോർമൽ ഡെലിവറീൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്വയം കുഞ്ഞിനെ എടുത്ത് പാല് കൊടുക്കാൻ പറ്റും. ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനൊന്നും പ്രശ്നമില്ല. പക്ഷേ സിസേറിയൻ ആവുന്ന സമയത്ത് നമുക്ക് നല്ല പെയിനായിരിക്കും. അപ്പോൾ എണീച്ചിരിക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്കൊരു കുഞ്ഞിനെ ഒരാൾ ഹോൾഡ് ചെയ്ത് തരികയോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും അങ്ങനത്തെ ഒരു ഓൾട്ടർനേറ്റീവ് ഓപ്ഷനൊക്കെ ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ കാണണം. അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. നമുക്ക് നോർമൽ ഡെലിവറിയിൽ എങ്ങനെ വേണമെങ്കിലും പാൽ കൊടുക്കാം, അങ്ങനത്തെ പ്രശ്നങ്ങൾ. വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് നമുക്ക് നോർമൽ ആവുന്നതിന് യാതൊരു പ്രശ്നങ്ങളില്ല. പക്ഷേ സിസേറിയൻ ആവുന്ന സമയത്ത് ചെറിയൊരു റിസ്ക് ഉണ്ട്. നമ്മളിപ്പം ഒരു പ്രാവശ്യം സിസേറിയൻ ആണെങ്കിൽ അടുത്ത പ്രാവശ്യം നമുക്കിപ്പോൾ ബാക്ക് ആവണമെങ്കിൽ, അതായത് വജൈനൽ ഡെലിവറി ആഫ്റ്റർ നമ്മളെ സിസേറിയൻ ആവണമെങ്കിൽ നമ്മൾ ഡോക്ടേഴ്സും കൂടെ സഹകരിച്ചിട്ടുണ്ടെങ്കിൽ, ഡോക്ടേഴ്സും ആ ഒരു റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഡെലിവറി ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ മിക്കവാറും സിസേറിയൻ ചെയ്തവർക്ക് അടുത്തതും സിസേറിയൻ തന്നെ ആവാനാണ് ചാൻസ്. കാരണം നമ്മുടെ പിന്നെ സ്ട്രെച്ച് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ആ സ്റ്റിച്ചിൻ്റെ ഭാഗം സ്ട്രെച്ചായി പോവുകയാണ്. അപ്പോൾ അതിങ്ങനെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്തിട്ടൊക്കെ വജൈനൽ ഡെലിവറി ചെയ്യുന്നതൊക്കെ ഇപ്പം കുറേയൊക്കെ ബാക്ക് ആവുന്നതുണ്ട്. പക്ഷെ മിക്കവാറും സിസേറിയൻ കഴിഞ്ഞവർക്ക് സിസേറിയൻ തന്നെയാണ് ആവല്. അപ്പോൾ അങ്ങനത്തെ ഒരു റിസ്ക് സിസേറിയനുണ്ട്. പക്ഷെ വജൈനൽ ഡെലിവറിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അടുത്തതും വജൈനൽ ഡെലിവറി തന്നെ ആവാം. പിന്നെ സിസേറിയൻ്റെ കോംപ്ലിക്കേഷൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ബ്ലഡ് ലോസ് ഉണ്ടാവും ചില ആളുകൾക്ക്. അതൊരു പ്രശ്നമാണ്. പക്ഷേ വജൈനൽ ഡെലിവറിക്കും ഉണ്ടാവും കേട്ടോ. പിന്നെ റയർ കേസാണ്, പക്ഷേ ഉണ്ടാവും. അങ്ങനെ ബ്ലഡ് ലോസ് ഒക്കെ ഉണ്ടാകുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. എന്നാലും സിസേറിയനാണ് കൂടുതലൊരു ബ്ലഡ് ലോസിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ. പിന്നെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ സിസേറിയന് നമുക്ക് വേറെ സ്ട്രെയിനുകളൊന്നും ഇല്ലല്ലോ. പക്ഷെ വെജൈനൽ ഡെലിവറിക്ക് നമ്മൾ പുഷ് ചെയ്യുമ്പോഴും നമുക്ക് മൊത്തത്തിൽ നമ്മുടെ ബോഡിക്ക് ഒരു സ്ട്രെയിനാണ്. അപ്പോൾ ശരിക്കും നമുക്കൊരു 40 ദിവസം തന്നെ ശരിക്കുള്ളൊരു എന്താ പറയുക പ്രസവ ശുശ്രൂഷ, എന്താ പറയുക പ്രസവ പരിചരണം ആഫ്റ്റർ ഡെലിവറി ശരിക്കും അത്യാവശ്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ചില ആളുകൾക്ക് ഡെലിവറി കഴിഞ്ഞ ശേഷം പിന്നെ ബ്ലാഡറിൻ്റെ കൺട്രോൾ നഷ്ടപ്പെടും. അപ്പോൾ ചില ആളുകൾക്ക് ഡെലിവറി കഴിഞ്ഞ ശേഷം നമ്മളോട് നഴ്സ് പറയും യൂറിൻ പാസ് ചെയ്തിട്ട് റൂമിലേക്ക് മാറ്റാമെന്ന് പറയും. ഇപ്പോൾ ചില ആളുകൾക്ക് യൂറിൻ പാസ് ചെയ്യാൻ പറ്റാണ്ട് വരും. അപ്പോൾ അത് ബ്ലാഡർ കൺട്രോൾ നഷ്ടമാകുന്ന ഒരു പ്രശ്നമുണ്ട് നമുക്ക് ഈ ഒരു നോർമൽ ഡെലിവറിയിൽ. അപ്പോൾ അത് അതിനൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. പക്ഷെ നമുക്ക് എന്താ പറയുക, നമ്മുടെ ഈ സിസേറിയനിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി സിസേറിയൻ്റെ വേറൊരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു പ്രാവശ്യം സിസേറിയൻ ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു പ്രഗ്നൻസിയിൽ നമുക്ക് പ്ലാസൻ്റ പ്രീവിയ വരാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ പ്ലാസൻ്റ അക്രീറ്റ എന്ന് പറഞ്ഞിട്ടൊരു കണ്ടീഷൻ ഉണ്ട്. നമ്മുടെ ഈ ഒരു യൂട്രസ് അല്ല, പ്ലാസൻ്റ നമ്മുടെ ഈ ഒരു യൂട്രസിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് ബാക്കിയുള്ള ഓർഗൻസിലൊക്കെ പോയിട്ട് അറ്റാച്ച് ചെയ്യുന്ന, ബ്ലാഡർ പോലത്തെ ഓർഗൻസിലൊക്കെ പോയിട്ട് അറ്റാച്ച് ചെയ്യുന്നതും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനത്തെ റിസ്കുകളൊക്കെ ഉണ്ട്. പക്ഷെ വെജൈനൽ ഡെലിവറിക്ക് നമുക്ക് അങ്ങനത്തെ റിസ്കുകളൊന്നുമില്ല. വേറൊരു ഡിസഡ്വാൻറ്റേജ് സിസേറിയൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അനസ്തേഷ്യയുടെ സൈഡ് എഫക്ട്സ് റയറാണ്. അനസ്തേഷ്യയുടെ സൈഡ് എഫക്ട്സ് ഉണ്ടാവാം ചിലവർക്ക്. പിന്നെ പ്ലാസൻ്റ പ്രീവിയ ഉള്ള ആൾക്കാർക്ക് സിസേറിയൻ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കൂടെ ഒരു റിസ്ക്കായി, അടുത്തതും പ്ലാസൻ്റ പ്രീവിയ ആവാൻ വേണ്ടിയിട്ട് ഒരു റിസ്ക് ഫാക്ടറും കൂടെ കൂടുകയാണ്. അപ്പോൾ അതൊരു കാര്യമാണ്. അങ്ങനത്തെ കുറേ, പിന്നെ ഹാർട്ട് അറ്റാക്സിനുള്ള ചാൻസസ്, അങ്ങനത്തെ കുറേ ഒരു പിന്നെ ഹെവി ബ്ലീഡിങ്ങിനുള്ള ചാൻസസ്, അങ്ങനത്തെ ഒക്കെ കുറേ റിസ്ക് ഫാക്ടേഴ്സ് നമ്മുടെ സിസേറിയനിലുണ്ട്. പക്ഷെ നോർമലിൽ നമുക്ക് അത്ര തന്നെ ഇല്ല. ചിലവർ ബ്ലീഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷേ ഈ സിസേറിയൻ്റെ അത്ര തന്നെ സൈഡ് എഫക്ട്സ് ഒന്നും നോർമൽ ഡെലിവറിക്ക് ഇല്ല. പിന്നെ മെയിൻ നമുക്ക് ഈ 40 ദിവസമൊക്കെ നമ്മൾ പ്രസവിച്ച് കിടക്കുന്ന സമയത്ത് നമുക്ക് എണ്ണ തേച്ചുള്ള കുളി പറ്റും, പിന്നെ ഓയിലി ഫുഡ്സ് പറ്റും. നമ്മൾ ഇറച്ചികളൊക്കെ വരട്ടിയിട്ടൊക്കെ കഴിക്കുമല്ലോ നെയ്യിൽ, അതൊക്കെ പറ്റും. ലേഹ്യങ്ങളൊക്കെ നമുക്ക് വജൈനൽ ഡെലിവറിയിൽ സാധ്യമാണ്. പക്ഷേ സിസേറിയൻ ആവുന്ന സമയത്ത് നമുക്ക് 2 വീക്സ് കഴിഞ്ഞിട്ടേ നമുക്ക് കുളിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഓയിലി ഫുഡ്സ് അപ്പോഴും നമുക്ക് കൂടുതലായിട്ട് കഴിക്കുന്നത് വലിയ പ്രിഫറബിൾ അല്ല. കാരണം ഓയിലി ഫുഡ്സ് ആകുമ്പോൾ നമ്മുടെ ഹീലിംഗ് പിന്നെ ടൈം കൂട്ടും. അപ്പോൾ നമുക്ക് അത് ഒരു പ്രിഫറബിൾ ആയിട്ടൊരു കാര്യമില്ല. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ്. ഡെലിവറിക്ക് പൊതുവേ ചെറിയൊരു ഇൻസിഷനാണ് ഉണ്ടാവുക. പക്ഷേ നമ്മുടെ ഈ ഒരു വാക്വം ഡെലിവറി ഒക്കെ ആണെങ്കിൽ, എനിക്കൊക്കെ വാക്വം ഡെലിവറി ആയിരുന്നു, അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് വലിയൊരു
സ്റ്റിച്ച് തന്നെ ഉണ്ടാവും നമ്മുടെ ആ ഒരു ഭാഗത്ത്. അപ്പോൾ നമുക്ക് ഇരിക്കാനും പറ്റില്ല, ആ ഒരു ഭാഗം വരെ ഉണ്ടാവും സ്റ്റിച്ചിൻ്റെ തുമ്പ്, ആ ഒരു ഭാഗം വരെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇരിക്കാനും പറ്റില്ല, യൂറിൻ പാസ് ചെയ്യാനും പറ്റില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. പിന്നെ ഏറ്റവും ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ അവിടെ എങ്ങാനും പഴുത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും കഴിയില്ല, നമുക്ക് ഒന്ന് ഇരുന്ന് യൂറിൻ പാസ് ചെയ്യാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരിക്കും. അപ്പോൾ അത് മെയിൻ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. പക്ഷെ നമുക്ക് സിസേറിയനിൽ പിന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. നോർമൽ ഡെലിവറീൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു 45 ഡേയ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫിസിയോതെറാപ്പിസ്റ്റ് നമുക്ക് ഇത് പറഞ്ഞുതരും, എക്സസൈസ്, നമ്മുടെ വയറ് കുറയാനുള്ള ഡയസ്റ്റാറ്റിസ് ഉള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ആ വയറ് കുറയാനുള്ള എക്സസൈസ് ഒക്കെ പറഞ്ഞുതരും. പക്ഷേ നമുക്ക് സിസേറിയൻ ആവുന്ന സമയത്ത് ഈ 45 ഡേയ്സ് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു എക്സസൈസ് ചെയ്യാനാവുന്നില്ല. നമുക്ക് എന്തായാലും ഒരു 19 ഡേയ്സ് അത്രയൊക്കെ തന്നെ കടന്നാലേ നമുക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് മെയിൻ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. അതുവരെ നമുക്ക് നല്ല വയറുണ്ടാവും. പിന്നെ ടമ്മി ടൈറ്റ്നേഴ്സും ചില ഡോക്ടേഴ്സ്, ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമാണ്. ചില ഡോക്ടേഴ്സ് പറയും 1 മാസം വരെ യൂസ് ചെയ്യേണ്ട, ഉള്ളിലൊന്നും ഹീലായിട്ടില്ലല്ലോ, അപ്പം ഇങ്ങനെ മുറുക്കി വെക്കണ്ട എന്നുള്ള രീതിയിൽ പറയും. പക്ഷേ നോർമൽ ഡെലിവറിക്ക് പിന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് ഡെലിവറി കഴിഞ്ഞ് വീട്ടിൽ വന്നാൽ തന്നെ നമുക്ക് ടമ്മി ടൈറ്റ്നേഴ്സോ അല്ലെങ്കിൽ വയറ് ടൈറ്റ് ചെയ്യാനുള്ള എന്ത് മാർഗ്ഗങ്ങൾ വേണമെങ്കിലും പ്രിഫർ ചെയ്യാം. അതാണ് മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സിസേറിയനും നോർമൽ ഡെലിവറി തമ്മിലുള്ള ബെനിഫിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ കൂടുതലും പ്രിഫറബിൾ ആയിട്ട് എനിക്ക് തോന്നുന്നത് നോർമൽ തന്നെ എപ്പിഡ്യൂറൽ വെച്ചിട്ട് നമ്മൾ ഡെലിവറി ചെയ്യുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം എൻ്റെത് നോർമൽ വാക്വം ആയിരുന്നു. അപ്പം വാക്വം ഡെലിവറി എന്ന് പറയുമ്പം ഞാൻ അത്രയും പെയിൻ സഹിച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ വാക്വം ചെയ്തിട്ട് കുഞ്ഞിനെ എടുത്തത്. അപ്പം ആ ഒരു പെയിനും സഹിച്ചു, പിന്നെ വാക്വത്തിൻ്റെ വലിയൊരു സ്റ്റിച്ചും ഉണ്ടായിരുന്നു. അപ്പം അതിലും പ്രിഫറബിൾ ആയിട്ടുള്ളത് നമുക്ക് എപ്പിഡ്യൂറൽ ആകുമ്പം നമുക്ക് കുറച്ച് നേരം എന്തായാലും ആ ഒരു വലിയൊരു പെയിനുകളൊന്നും എന്തായാലും അറിയില്ല. അപ്പോൾ അതായിരിക്കും കൂടുതൽ പ്രിഫറബിൾ. പിന്നെ അതിനും സൈഡ് എഫക്ട്സ് ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അനസ്തേഷ്യയുടെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊക്കെ റയറാണ്, അങ്ങനെയൊന്നും ഉണ്ടാവാനൊക്കെ ചാൻസ് കുറവാണ്. പക്ഷേ സൈഡ് എഫക്ട്സ് എന്ന് പറയുമ്പോൾ അങ്ങനെയൊക്കെ ചിലതൊക്കെ ഉണ്ടാവാൻ, അതിപ്പോൾ സിസേറിയനും നമുക്ക് ഉണ്ടാവുമല്ലോ. പക്ഷെ കൂടുതൽ എനിക്ക് നല്ലതായിട്ട് തോന്നുന്നത് എപ്പിഡ്യൂറൽ തന്നെ ആയിരിക്കും. കാരണം നമുക്ക് പെയിനും സഹിക്കേണ്ട, എന്നാലാണെങ്കിൽ നോർമലിൽ നമുക്ക് ഡെലിവറി ചെയ്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതാണ് എൻ്റെ ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫാമിലീസിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു ഹെൽത്ത് വ്ളോഗായിട്ട് വരാം. ഓക്കെ, താങ്ക് യു.